ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെയും കൂടെ വിളിച്ചു. ഇതേ നിൽക്കുന്ന കിച്ചു നിൽപ്പുണ്ട്, ചിറ്റ നിൽപ്പുണ്ട്, പിള്ളേർ നിൽപ്പുണ്ട്, എല്ലാവരും നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോൺ നോക്കിയപ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ടത് 12 Pro ആണ്. അവൻ നേരത്തെ കൂട്ടി അത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്, നടന്നില്ല. ഈയിടയ്ക്ക് അവൻ്റെ ഫോൺ മിസ്സായി. തിരുവല്ല ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഫോൺ മിസ്സായി. അതിൻ്റെ കിട്ടിയൊന്നുമില്ല. ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോഴത്തേക്ക് ഫോൺ ആകെ നശിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ 12 Pro തന്നെ എടുത്തു. വേറെ ഫോണൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവൻ്റെ ഉദ്ഘാടിക്കുകയാണ് ഗൈസ്. ഫോൺ ഉദ്ഘാടനം നടത്തുകയാണ്. ആളൊരു പാവ, വലിയ കാര്യവിവരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. നിൽക്കുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെ അവൻ ഫോൺ വാങ്ങിച്ചു. കലാമണ്ഡലത്തിലാണ് അവൻ പഠിക്കുന്നത്. അങ്ങനെ ഫോൺ വാങ്ങിച്ചു, അവൻ ഉദ്ഘാടിച്ചു ഗൈസ്. ഉദ്ഘാടനം അങ്ങനെ പൊട്ടിച്ചു, പാക്കറ്റ് പൊട്ടിച്ചു. അവൻ കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു 12 Pro എടുക്കണമെന്ന് വെച്ചിട്ട്. അങ്ങനെ എടുത്തു. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടാകും. മെയിനായിട്ട് നോക്കിയത് ക്യാമറ ക്ലാരിറ്റിയാണ്, വേറൊന്നും അവൻ നോക്കിയില്ല. ഫോട്ടോസൊക്കെ എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫോൺ വാങ്ങി, ഫോൺ ഓപ്പൺ ചെയ്തു. അപ്പം തന്നെ അവൻ ഫോൺ ചാർജ് പോലും ചെയ്തില്ല, അതിന് മുമ്പ് കൊണ്ടുപോയി. അങ്ങനെ ഫോൺ വാങ്ങി ഇത് ഓപ്പൺ ചെയ്തു. റിയൽമി 12 Pro. അങ്ങനെ അവൻ ഓപ്പൺ ചെയ്തു ഗൈസ്. ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷമുള്ള കുറച്ച് തമാശകൾ കാണാം. അവർ ചിറ്റയുടെ പേരിലായിരുന്നു ഫോൺ എടുത്തത്. അത് കാരണം ചിറ്റയുടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നതാണ്. ഒരു കയ്യിൽ പാക്കറ്റ് കവറ്, ഒരു കയ്യിൽ ഫോണുമായിട്ട് നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ കിടന്ന് ചിരിച്ച് തകർക്കുമായിരുന്നു. അങ്ങനെ ഫോൺ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.